ഈ ഫോട്ടോയിൽ കാണുന്ന 5 പേരുടെ മുഖത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതായിരുന്നു. കഴിഞ്ഞ 6 വർഷമായി ലണ്ടനിൽ തനിച്ച് ജീവിക്കുകയായിരുന്നു ഡോക്ടർ പ്രദീപ് ജോഷി. നിയമ നടപടിക്രമങ്ങളും പേപ്പർ വർക്കുകളുമെല്ലാം പൂർത്തിയാക്കി ഭാര്യയെയും മക്കളെയും തനിക്കരികിലേക്ക് ചേർക്കുവാനുള്ള നിമിഷം വന്നെത്തിയപ്പോൾ ഓടിപ്പാഞ്ഞെത്തുകയായിരുന്നു ആ മനുഷ്യൻ നാട്ടിലേക്ക്. ഒടുക്കം അവരെയും കൂടെ ചേർത്ത് വിമാനം കയറി ലണ്ടനിലേക്കെത്തി പുതിയ ജീവിതം തുടങ്ങാനുള്ള ധൃതിയായിരുന്നു. പ്രിയപ്പെട്ടവർക്കൊപ്പം ആ പുതിയ ജീവിതം തുടങ്ങുന്നതിന്റെ സന്തോഷത്തിലെടുത്ത ആദ്യത്തെ സെൽഫി. വിമാനം കയറി മക്കളെ സീറ്റിലിരുത്തി സാധനങ്ങളെല്ലാം ഒതുക്കിവെച്ച് പ്രതീക് എടുത്ത ആദ്യത്തെ സെൽഫി. എന്നാൽ അത് ഒരു അവസാന ചിത്രമായി മാറുകയായിരുന്നു. ചിത്രമെടുത്തതിന് പിന്നാലെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ നിമിഷങ്ങൾക്കിപ്പുറം അവർ ഒരു തീഗോളമായി മാറി. ഉദയ്പൂരിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളായിരുന്നു ഡോക്ടർ പ്രദീപ് ജോഷിയും ഡോക്ടർ കോമി വ്യാസും. 6 വർഷം മുമ്പാണ് പ്രദീപ് ജോഷി ലണ്ടനിലേക്ക് പോയത്. അവിടെ ജോലി ചെയ്ത് PR-ഉം മറ്റും നേടി മക്കളെയും ഭാര്യയെയും ഒരുമിച്ച് തനിക്കരികിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അദ്ദേഹം. ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയത്. ഭാര്യയെയും മക്കളെയും ഒരുമിച്ച് ചേർത്ത് എയർ ഇന്ത്യ വിമാനത്തിൽ തിരിച്ചു പോകുവാൻ ടിക്കറ്റും നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ വിമാനം കയറിയപ്പോൾ തൊട്ടടുത്ത് ഭാര്യ, അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ഇരട്ട ആൺകുട്ടികളും മൂത്ത മകളും. മകൾ നന്നായി ചിരിക്കുമ്പോൾ ഇരട്ട കുട്ടികൾ പാടുപെട്ടാണ് ചിരി വരുത്തുന്നത്. ഉടനടി തന്നെ ആ സെൽഫി ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ലൈക്കുകളും കമന്റുകളും വരുന്നതിന് മുൻപേ തന്നെ ആ വിമാനം തീഗോളമായി മാറിയപ്പോൾ ആ അവസാന സെൽഫി എടുത്ത ഫോണും ചാരമായി കാണും. ഉദയ്പൂരിലെ പസഫിക് ആശുപത്രിയിലായിരുന്നു ഡോക്ടർ കോമി വ്യാസും ഡോക്ടർ പ്രദീപ് ജോഷിയും ജോലി ചെയ്തിരുന്നത്. പിന്നാലെ ലണ്ടനിലേക്ക് പോയ ഡോക്ടർ ജോഷി ഈ ആഴ്ച ആദ്യമാണ് കുടുംബത്തെ ഒപ്പം കൂട്ടാനായി രാജസ്ഥാനിലെ ബൻസ്വാരയിൽ എത്തിയത്. നകുൽ പ്രദ്യുത് എന്നാണ് 5 വയസ്സുകാരായ ഇരട്ട ആൺമക്കളുടെ പേര്. മകൾ മിരായിക്ക് 8 വയസ്സും. ഡോക്ടർ പ്രദീപിന്റെ അച്ഛൻ നഗരത്തിലെ പേരുകേട്ട റേഡിയോളജിസ്റ്റ് ആയിരുന്നു. അച്ഛനെ പോലെ തന്നെ ഡോക്ടർ പ്രദീപും റേഡിയോളജിസ്റ്റ് ആയിരുന്നു. ഭാര്യ കോമിയുടെ അച്ഛൻ പൊതുമരാമത്ത് വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. ലണ്ടനിലേക്കുള്ള വിമാനം കയറാൻ രാജസ്ഥാനിൽ നിന്നും തലേ ദിവസമേ അവർ പുറപ്പെട്ടിരുന്നു. യാത്രയയക്കാൻ ഇരു കുടുംബങ്ങളിലെയും അംഗങ്ങളും എത്തിയിരുന്നു. 10 വർഷം മുമ്പായിരുന്നു ഇവർ വിവാഹിതരായത്. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 242 പേരുമായി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന AI-171 ബോയിങ് 7878 ഡ്രീംലൈനർ വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ തകർന്നു വീണത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:43-നായിരുന്നു അപകടം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.